എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 91 ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 91. പദന്യാസ ക്രീഡാ പരിചയമിവാരബ്ധു മനസ സ്കലന്തസ്തേ ഖേലം ഭവനകലഹംസ ന ജഹതി അധസ്തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീരരണിത ഛലാദാചക്ഷാണാം ചരണകമലം ചാരുചരിതേ. പദന്യാസ ക്രീഡാ പരിചയം ഇവ ആരബ്ധു മനസ സ്കലന്ത തേ ഖേലം ഭവനകളഹംസ ന ജഹതി അത തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീര രണിതശ്ചലാത് ആചക്ഷാണാം ചരണകമലം ചാരുചരിതേ. പദന്യാസ ക്രീഡാ പരിചയമിവ ആരബ്ധു മനസ സ്കലന്ത തേ ഖേലം ഭവനകളഹംസ ന ജഹതി അത തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീര രണിതശ്ചലാത് ആചക്ഷാണം ചരണകമലം ചാരുചരിതേ. അല്ലയോ ശോഭനഗമനയായ ദേവി, അല്ലയോ മനോഹരമായി നടക്കുന്ന ദേവി. ഇവിടെ ദേവിയുടെ നടത്തത്തെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. അല്ലയോ ശോഭനഗമനയായ ദേവി, ഭവനത്തിൽ വളർത്തി ഇണങ്ങിയ ഈ അരയന്നങ്ങൾ നിൻതിരുവടിയുടെ ചരണവിന്യാസ ലീലാ സമ്പ്രദായത്തെ അഭ്യസിക്കുന്നതിനായി തെറ്റുന്ന ഗതിയോടുകൂടി നിൻതിരുവടിയുടെ വിലാസഗമനത്തെ ഉപേക്ഷിക്കുന്നില്ല. അല്ലയോ ദേവി, ഭവനത്തിൽ വളർത്തി ഇണങ്ങിയ അരയന്നങ്ങൾ. ഇപ്പം ഭവനത്തിൽ എന്ന് വെച്ചാൽ ദേവിയുടെ ഭവനം കൈലാസം. അവിടെ മാനസരോവരത്തിൽ ജീവിക്കുന്ന അരയന്നങ്ങൾ. അത് ദേവിയുടെ ദേവി നടക്കുന്നതിന് ദേവിയുടെ നടപ്പ്. അവരിങ്ങനെ ആ ദേവിയുടെ നടപ്പ് എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെയാണ് അരയന്നങ്ങൾ. അങ്ങനെ ശീലിക്കാൻ വേണ്ടി, ദേവിയുടെ നടപ്പ് പഠിക്കാൻ വേണ്ടി, നടത്തം പഠിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദേവി നടക്കുന്നത് പോലെ നടന്നു കാണിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകുന്നു. തെറ്റുന്ന ഗതിയോടുകൂടി നിന്തിരുവടിയുടെ വിലാസഗമനത്തെ ഉപേക്ഷിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് തെറ്റും, എന്നാലും അവരിത് ഉപേക്ഷിക്കുന്നില്ല. അവർ വീണ്ടും വീണ്ടും ഇത് പഠിച്ചെടുക്കാനായിട്ട്, ദേവിയുടെ നടത്തം പഠിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ അവർ തുടർന്നുകൊണ്ട് ആ നടത്തം തുടർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഈ ചരണകമലം മനോഹര രത്നങ്ങളോട് കൂടിയ പാദസരത്തിൻ്റെ ശബ്ദം എന്ന വ്യാജേന അവയ്ക്ക് ശിക്ഷയെ അല്ലെങ്കിൽ അഭ്യാസത്തെ തന്നെ ഉപദേശിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പം ദേവി നടക്കുമ്പോൾ മനോഹര രത്നങ്ങളോട് കൂടിയ പാദസരത്തിൻ്റെ ശബ്ദം കേൾക്കും. അത് ആ പാദസരത്തിൻ്റെ ശബ്ദമാണ് എന്ന വ്യാജേന അവരെ ഉപദേശിക്കുകയാണോ എന്ന് തോന്നുന്നു. അപ്പോൾ ആ പാദസരത്തിൻ്റെ കിലുക്കം കേട്ടിട്ട് അതുപോലെ ആ ഒരു താളത്തോടു കൂടി വേണം നടക്കാനെന്ന് അവരെ പഠിപ്പിക്കുകയാണോ, ഈ അരയന്നങ്ങളെ പഠിപ്പിക്കുകയാണോ എന്ന് തോന്നും. അപ്പോൾ ദേവിയുടെ നടത്തം പഠിക്കാനായിട്ട് ദേവിയുടെ ഭവനത്തിൽ വളർത്തി ഇണങ്ങിയ മാനസ സരോവരത്തിലെ ആ അരയന്നങ്ങൾ, അത് ദേവിയുടെ ഭവനത്തിലെ വളർത്തി ഇണങ്ങിയ അരയന്നങ്ങളാണ്. അത് ദേവിയുടെ നടത്തം ഇങ്ങനെ പഠിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ തെറ്റുന്നുണ്ട്. പക്ഷേ അവർ ഉപേക്ഷിക്കുന്നില്ല. എന്നാലും ഞങ്ങളിത് പഠിച്ചെടുത്തേ പറ്റൂ, ഞങ്ങളിത് പഠിച്ചെടുക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ദേവിയുടെ ആ നടത്തം അവർ അഭ്യസിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തെറ്റും. അപ്പോൾ ദേവി നടക്കുമ്പോൾ കിലുങ്ങുന്ന പാദസരത്തിൻ്റെ കിലുക്കം അത് ഒരു താളമാണ്. അവരെ ആ താളത്തിനെത്തിച്ച് അവരെ ആ താളത്തോടു കൂടി നടക്കണമെന്ന് ഉപദേശിക്കുകയാണോ എന്ന് തോന്നും. അല്ലയോ ദേവി, ഭവനത്തിൽ വളർത്തുന്ന ഈ കളഹംസങ്ങൾ നിന്തിരുവടി കാൽ വെച്ചു നടത്തുന്ന വിലാസത്തെ ശീലിക്കുന്നതിനായി നിന്തിരുവടിയുടെ സവിലാസ സഞ്ചാരത്തെ സദാ പിന്തുടരുന്നു. അപ്പം ദേവിയുടെ ഈ ഭവനത്തിൽ വളർത്തുന്ന ഈ കളഹംസങ്ങൾ, ഈ അരയന്നങ്ങൾ ദേവിയുടെ കാൽ വെച്ച് നടത്തുന്ന ആ ഒരു നടത്തത്തെ ശീലിക്കാനായി
പഠിക്കാനായി ദേവിയുടെ വിലാസ സഞ്ചാരത്തെ സദാ പിന്തുടരുന്നു. ദേവിയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു അവർ. ദേവി നടക്കുമ്പോൾ ദേവിയുടെ പുറകെ നടക്കുന്നു. അത് നിമിത്തം ഈ പാദകമലം പാദസര ശബ്ദ വ്യാജേന, ഇപ്പം രത്നങ്ങൾ പതിച്ചിരിക്കുന്ന പാദസരത്തിൻ്റെ ശബ്ദമെന്നുള്ള വ്യാജേന എന്ന ശബ്ദം ആ പാദസരത്തിൻ്റെ ശബ്ദമാണെന്ന് തോന്നും. ആ റവയ്ക്ക് വിലാസഗതിയെ ഇവയ്ക്ക് പറഞ്ഞു പഠിപ്പിക്കുന്നു എന്ന് തോന്നുന്നു. ആ ശബ്ദം പാദസരത്തിൻ്റെ താളം ഈ അരയന്നങ്ങളെ അവരുടെ ഗതി പറഞ്ഞു കൊടുക്കുകയാണോ, അവരുടെ നടത്തം ശരിയായ രീതിയിൽ വേണം, ഈ താളത്തിനൊത്ത് വേണം നടക്കാനെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണോ എന്ന് തോന്നുന്നു. പദന്യാസക്രീഡാപരിചയമിവ ആരബ്ധു മനസസ്കലന്തതേ ഖേലം ഭവനകലഹംസാൻ ന ജഹതി അതത്തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീരണിതച്ഛലാത് ആചക്ഷാണം ചരണകമലം ചാരുചരിതേ. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.